പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമീണ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കേരളത്തിന് കൂടുതൽ സമയം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ആവാസ് പ്ലസ് 2024 സർവേ സമയപരിധി ജൂൺ 6 വരെ നീട്ടി. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലെ സർവേ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. പ്രജിത് മോഹനൻ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. ഇത് ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ നീക്കം കേരളത്തിന് അല്പം കൂടി സമയം നീട്ടിക്കിട്ടുന്നതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ആയി ബന്ധപ്പെട്ട് ഗ്രാമീണ ഗുണഭോക്താക്കളെ കണ്ടെത്താനാണ് ഇപ്പോൾ കേരളത്തിന് കൂടുതൽ സമയം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അത് കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെയാണ് എന്നതും വാസ്തവമാണ്. ആവാസ് പ്ലസ് 2024 സർവേ അതിനുള്ള സമയപരിധി ഈ വരുന്ന മാസം ജൂൺ 6 വരെ നീട്ടിയിട്ടുണ്ട്. പ്രജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, വിവരങ്ങൾ എന്താണ്? വീണ, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏപ്രിൽ 30 വരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സർവേ പൂർത്തിയാക്കിയുള്ള സമയം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത്. എന്നാൽ പതിവ് പോലെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ ആ സർവേ നടപടികൾ വൈകുന്നതിലേക്ക് കാര്യങ്ങൾ പോയി. ഒപ്പം തന്നെ സർവേ നടത്താതെ ലൈഫ് മിഷനിലും സർക്കാരിൻ്റെ വിവിധ ലിസ്റ്റുകളിലുമുള്ള ആളുകളെ ഈ പറയുന്ന PMAY പദ്ധതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ തിരികെ കയറ്റാനുള്ള ശ്രമവും സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് 2021 മുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെയൊക്കെ അവഗണിക്കപ്പെട്ടു. അവർക്ക് പിന്നീട് ഒരു തരത്തിലും ഈ ലിസ്റ്റുകളിലൊന്നും ഒരു അർഹരാകാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ആരോപണങ്ങളും വന്നിരുന്നു. ഇതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കം വലിയ വിമർശനങ്ങളും ഉയർത്തിയിരുന്നു. ഒപ്പമാണ് ഏപ്രിൽ 30 കാലപരിധി അവസാനിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. സർവേ നടപടികൾ കേരളത്തിൽ പൂർത്തിയാക്കാത്തൊരു സാഹചര്യം കൂടി പരിഗണിച്ച് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സർവേ നടപടികൾ പൂർത്തീകരിക്കാനുള്ള സമയം ജൂൺ 6 വരെ നീട്ടി നൽകിയത്. അതിനാൽ തന്നെ ഈ നിലവിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ, സംസ്ഥാന സർക്കാർ തിരികെ കയറ്റാൻ ശ്രമിച്ചവരെയൊക്കെ ഒഴിവാക്കാനും ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ള അർഹരായവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ളൊരു അവസരം കൂടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. വലിയ രാഷ്ട്രീയ വിമർശനമൊക്കെ BJP ഉയർത്തിയ വിഷയം കൂടിയാണ്. എന്തായാലും അതിനൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് കൂടുതൽ ആളുകൾക്ക് അത് ഗുണകരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സർവേ നടപടികൾ വീണ്ടും നടത്താനുള്ള ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. വീണ. ശരി പ്രജിത്ത്. കേന്ദ്ര ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ രജിസ്റ്റർ ചെയ്യാൻ നഗര ഗുണഭോക്താക്കൾക്കുള്ള അവസാന തീയതി ഈ വർഷം ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലെ യോഗ്യരായ കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, താഴ്ന്ന വരുമാനക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം എന്നിവർക്ക് വീട് ഉറപ്പാക്കുന്ന മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതിയാണ് PMAY. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുറഞ്ഞ ചെലവിൽ വീട് നൽകുന്ന പദ്ധതി കൂടിയാണ് ഇത്. അപേക്ഷകരുടെ സ്റ്റാറ്റസ് ഓൺലൈനിലൂടെ അറിയാനാകും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ 92 ലക്ഷത്തിലധികം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയും രാജ്യത്ത് എവിടെയും സ്വന്തമായി വീടില്ലാത്തവർക്കും അപേക്ഷിക്കാം. താഴ്ന്ന ഇടത്തരം വരുമാന വിഭാഗത്തിനും നിബന്ധനകൾക്ക് വിധേയമായി PMAYയെ ആശ്രയിക്കാം. ചേരികളിലോ അനധികൃത താമസ സ്ഥലങ്ങളിലോ താമസിക്കുന്ന കുടുംബങ്ങളും പദ്ധതിയിൽ അപേക്ഷിക്കാൻ യോഗ്യരാണ്. നഗര ഗ്രാമീണ മേഖല തിരിച്ചാണ് പദ്ധതി. ഔദ്യോഗിക പോർട്ടലിൽ അപേക്ഷാ ഫോം ലഭ്യമാണ്. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് പദ്ധതിക്കായി അപേക്ഷിക്കാം. 2025 ഡിസംബർ വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. നാഷണൽ ഡെസ്ക്, ജനം.